എല്ലാം പാർട്ട് ഓഫ് ഡെമോക്രസി, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം, അതെല്ലാം നടക്കും, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമില്ലാതെ പിന്നെ ഈ MLA-മാരുടെ ഒന്നും അഭിപ്രായം ചോദിക്കാതെ ഉള്ളൊരു തീരുമാനം ആണ് വരുന്നതെങ്കിൽ അതല്ലേ സത്യത്തിൽ തെറ്റായിട്ടുള്ള കാര്യം. ഇത് എല്ലാവരും അഭിപ്രായം കേൾക്കുക എന്നുള്ളത് ഒരു വേണമെങ്കിൽ പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് ചെയ്യാതെ എല്ലാവരും അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് സൗന്ദര്യം. അതിൽ മറ്റുള്ളവർക്കും അഭിപ്രായം പറയാൻ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. വോട്ട് ചെയ്ത ജനങ്ങളടക്കമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്കൊക്കെ അഭിപ്രായം പറയുന്നത് ഇന്ത്യ മഹാരാജ്യമല്ലേ, ഈ കോൺഗ്രസ് നേടിക്കൊടുത്ത ജനാധിപത്യ അവകാശങ്ങളല്ലേ ഇവിടെയുള്ളത്. ഈ നാടിന് ഇങ്ങനെ അഭിപ്രായം പറയാനും ഇങ്ങനെ പ്രകടനം നടത്താനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങനെ മയക്കുകൊണ്ടെന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം, പ്രകടനം നടത്തുന്നതിലൊന്നും തെറ്റില്ല. എന്ത് തെറ്റ്? ഞങ്ങൾ CPM-മാരെ നടപടിക്കുന്നതാണ് കരുതിയത്? ഞങ്ങളുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, VS സ്റ്റാൻഡ് എന്നാണ് അതിന്റെ പേര്. ഓർമ്മയുണ്ടോ? പണ്ട് കേരളത്തിലുണ്ടായ പുകലൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. ആ പ്രശ്നമൊന്നും കോൺഗ്രസിലില്ല. സംസാരിക്കും കോൺഗ്രസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കരിയോല ഒഴിപ്പ്, ഈ ഫ്ലെക്സ് ഒട്ടിപ്പ് ഇങ്ങനെ നടക്കുന്നത് പുള്ളിക്ക് വിഷമമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മനോഹരമായിട്ടുള്ള സംവാദങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആശാസ്യകരമാണ്. പക്ഷെ അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളിലേക്ക് പോകരുതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചില്ല. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത്. മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ടായ വിജയത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗ് VD സതീശനെയാണല്ലോ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ പിന്തുണക്കുന്നത്. താങ്കളുടെ പേര് KC-യുടെ ടിക്ക് വിട്ടിട്ടുണ്ട്. അല്ല, ഞാൻ നോക്കട്ടെ, അതെനിക്കറിയില്ല. ലീഗ് എന്ത് നിലപാടെത്തും സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ലീഗ് എന്ത് നിലപാടെത്തും എന്നുള്ളത് എനിക്കറിയില്ല. ലീഗിന്റെ അഭിപ്രായം പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണല്ലോ ലീഗുമായിട്ട് ആലോചിക്കുന്നത്. സ്വാഭാവികമാണ്, അതും കോൺഗ്രസിന്റെ ഒരു ബ്യൂട്ടി അല്ലേ, അത് ഇതിന്റെ UDF-ന്റെ ഒരു സൗന്ദര്യമല്ലേ. ചോദ്യം അഭിപ്രായം പറയും, എല്ലാവരും അഭിപ്രായം കേൾക്കണം, എല്ലാവരും അഭിപ്രായം പറയണമെന്നേ. അവസാനം ആത്യന്തികമായിട്ടൊരു തീരുമാനം വരും, ആ തീരുമാനം ഞങ്ങളൊക്കെ അനുസരിക്കും. ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇവിടെ പാണക്കാട് കൊടപ്പനക്കൽ തറവാടുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന തീരുമാനം UDF-ന്റെ പ്രവർത്തകർ 100% അംഗീകരിക്കും. അതിലൊരു സംശയം ഒരാൾക്കും വേണ്ട. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. മുന്നണിയായിട്ടാണ് UDF ഇലക്ഷൻ നേരിട്ടത്. അപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളും കൂടിയാണല്ലോ. അപ്പൊ അതിൽ അഭിപ്രായം പറയുന്നതിൽ ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയുന്നതിൽ പ്രശ്നമുണ്ടോ? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി. അല്ല, അതൊരു പ്രോസസ്സാണ്. അത് കുറച്ച് നിങ്ങൾ ചോദിക്കുന്ന പോലെ ഈസി ആയിട്ട് പറയേണ്ട കാര്യമല്ല. അതൊരു പ്രോസസ്സാണ്. അതിൽ പല തലങ്ങളുണ്ടായിരിക്കുമല്ലോ. ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പറയാം. കോൺഗ്രസിൻ്റെ MLA-മാരുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടും നിർണായകമാണ്. ഒപ്പം സ്വാഭാവികമായിട്ടും സഖ്യകക്ഷികളുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തന്നെ ചോദിച്ചിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത് സ്വാഭാവികമാണ്. അവർ അഭിപ്രായം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. അതിപ്പോൾ നിങ്ങളെ അഭിപ്രായം പറഞ്ഞാലും കേൾക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ പണ്ട് എന്നെ ഇതുപോലെ ഒരുപാട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വക്രീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് പൂർണ്ണമായി കേൾക്കാതെ മറുപടി പറയാൻ അർത്ഥമില്ല. കാര്യം വളരെ കൃത്യമാണ്. കോൺഗ്രസിൻ്റെ UDF-ന്റെ പ്രവർത്തകർ, ഞാൻ എന്താ പറയുന്നത്, UDF പ്രവർത്തകർ, അത് AICC ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്താൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം വരും. ഇവിടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു തീരുമാനം വരും. ആ തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾ പ്രവർത്തകരാണ്, ഞങ്ങൾ അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. അല്ല, കേരളത്തിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാ? അതാ എനിക്കറിയേണ്ടത്. പ്രതിപക്ഷ നേതാവ് ആരാ കേരളത്തിൽ? നിങ്ങൾ അതാരും ചോദിക്കുന്നില്ലല്ലോ. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, വൈകിട്ട് 5 മണി മുതൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈം ടൈമിൽ മുഴുവൻ പത്രസമ്മേളനം നടത്തി അല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ കുട ചൂടണം, അതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ മെഴുതിരി കൊളുത്തണം എന്നൊക്കെ ഉപദേശിച്ചിരുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ. അതേ എവിടെയാ ഇപ്പൊ കാവൽ മുഖ്യമന്ത്രി? അതേ നിങ്ങളെ കാണുന്നുണ്ടോ? അഭിപ്രായം പറയുന്നുണ്ടോ? ഈ പരാജയത്തെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് മുങ്ങിയതല്ലേ, എന്താ മറുപടി പറയാത്തത്? അതല്ലേ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? 10 വർഷം ഭരിച്ച ഒരാൾ, കേരളം ഭരിച്ച ഒരാൾ, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ എങ്ങനെയാ ജയിച്ചത്? കഷ്ടപ്പെട്ട് അല്ലേ. വാരണാസിയിൽ നരേന്ദ്രമോദി എന്താണോ അനുഭവിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയല്ലേ ധർമ്മടത്ത് കണ്ടത്. വാരണാസിയും ധർമ്മടവും ഒരുപോലെയാണ് അല്ലേ. വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. എത്ര വലിയ ഏകഛത്രാധിപതിയാണെങ്കിലും ആത്യന്തികമായി ജനാധിപത്യത്തിന് ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതാണ് ധർമ്മടത്ത് കണ്ടത്. ഒരു സംശയമുണ്ട്, അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഏറ്റവും വലിയ ആൻറ്റി ഇൻകംബൻസിയുടെ പീക്കിലാണ് ഇരിക്കുന്നത്. എൻ്റെ പഴയ പാർട്ടിക്കാർ പലരും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലമൊന്നും കണ്ടിട്ട് ഇപ്പോൾ സൂചിച്ചിരിക്കണ്ട,
കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി BJPയുടെ പതനം ഉറപ്പാണ്. കേരളത്തിലേതുപോലെ തന്നെ ഒരു വലിയ തരംഗത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ തിരിച്ചു വരും.